നമ്മൾ സാധാരണ പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു യുദ്ധം മിസൈലുകളിൽ നിന്ന് മാറി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴികളിലേക്ക് പടർന്നിരിക്കുകയാണ്. അമേരിക്ക ഒരു കളി കളിച്ചിരിക്കുന്നു. ചൈനയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ റിഫൈനറി ഭീമന്മാരായ ഹേങ്ലി പെട്രോ കെമിക്കലിന് മേൽ വാഷിംഗ്ടൺ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കേവലം പെട്രോളിയം വിലയെ ബാധിക്കുന്ന ഒന്നാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി മുതൽ നിങ്ങൾ ഉടുക്കുന്ന ഡ്രസ്സിനെ വരെ ഇതിന്റെ ഒക്കെ വില കൂട്ടാൻ ശേഷിയുള്ള ഒരു ഇക്കണോമിക് ബോംബാണിത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഹേങ്ലി പെട്രോ കെമിക്കൽ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സാധാരണ കമ്പനി അല്ല. ലിയാവോണിംഗ് പ്രവിശ്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ റിഫൈനറി സമുച്ചയം നടത്തുന്ന ഭീമന്മാരാണിവർ. രാജ്യത്തെ റിഫൈനിംഗ് ശേഷി ഏകീകരിക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള ബെയ്ജിംഗിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം ഭീമൻ കമ്പനികൾ വളർന്നു വന്നത്. ലിയാവോണിംഗ് പ്രവിശ്യയിലെ ഡാലിയനിൽ സ്ഥിതി ചെയ്ത ഇവരുടെ റിഫൈനറി ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും സങ്കീർണവുമായ പെട്രോ കെമിക്കൽ സമുച്ചയങ്ങളിൽ ഒന്നാണ്. ഇറാനിൽ നിന്ന് അനധികൃതമായി എണ്ണ വാങ്ങി എന്നതാണ് ഇവർക്ക് മേൽ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ചാർത്തിയിരിക്കുന്ന കുറ്റം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുമ്പോൾ ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വിൽപ്പന തടയാൻ അമേരിക്ക ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ചൈനയിലെ സ്വകാര്യ റിഫൈനറികൾ, ഇവയെ ടീപോട്ട് റിഫൈനറികൾ എന്നാണ് വിളിക്കുന്നത്, ഇവ ഇറാൻ ഓയിൽ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതുവരെ അമേരിക്ക പിടികൂടിയിരുന്നത് ചെറിയ കമ്പനികളെ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ഹെയ്ങ്ലെ പോലെ ഒരു തിമിംഗലത്തെ പിടികൂടുക വഴി അമേരിക്ക ചൈനയ്ക്ക് നൽകുന്നത് വ്യക്തമായ വാർണിംഗ് ആണ്. ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത്. ഹേങ്ലെ വെറും ഒരു എണ്ണ കമ്പനി അല്ല. അവർ ഉൽപ്പാദിപ്പിക്കുന്ന PTA, പ്യൂരിഫൈഡ് ടെറാഫ്തലിക് ആസിഡ് ആണ് ലോകത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. സിന്തറ്റിക് തുണിത്തരങ്ങൾ, പോളിസ്റ്റർ, പ്ലാസ്റ്റിക് കുപ്പികൾ, പാക്കേജിംഗ് മെറ്റീരിയലുകൾ എന്നിവ നിർമ്മിക്കാൻ ഈ കെമിക്കൽ അത്യന്താപേക്ഷിതമാണ്. ഹേങ്ലിക്ക് മേലുള്ള ഉപരോധം ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലയിൽ പെട്ടെന്നുള്ള വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ കിഴക്കൻ ഏഷ്യയിലെ നിരവധി കമ്പനികൾ ഹേങ്ലിയുമായുള്ള കരാറുകൾ റദ്ദാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കൻ ഉപരോധം വന്നതോടെ ഡോളർ ഉപയോഗിച്ചിട്ടുള്ള ഇടപാടുകൾ ഹേങ്ലിക്ക് അസാധ്യമായി. ഇത് അന്തിമമായിട്ട് ആഗോള വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും പണപ്പെരുപ്പത്തിനും കാരണമാകുമെന്നതിൽ തർക്കമില്ല. കിഴക്കൻ ഏഷ്യയിലെ വൻകിട കമ്പനികൾ ഇതിനോടകം തന്നെ ഹേങ്ലിയുമായുള്ള മിക്ക കരാറുകളും റദ്ദാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്തായിരിക്കും? സപ്ലൈ ചെയിനിൽ വലിയൊരു വിള്ളൽ വരും. അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെ വരുമ്പോൾ പ്ലാസ്റ്റിക്, വസ്ത്രനിർമ്മാണ മേഖലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അതായത് ചൈനയിലെ ഒരു കമ്പനിക്ക് US ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിന്റെ പലിശ നമ്മൾ ഓരോരുത്തരും നൽകേണ്ടി വരുമെന്ന് ചുരുക്കം. ഈ ഉപരോധം പ്രഖ്യാപിച്ച സമയമാണ് ഏറ്റവും ശ്രദ്ധേയം. 2026 മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ്. ഈ മീറ്റിംഗിന് തൊട്ടു മുൻപ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് വെറും ഒരു യാദൃശ്ചികതയല്ല. ഇത് വാഷിംഗ്ടണിന്റെ ഒരു ബാർഗെയിനിങ് ചിപ്പാണ്. പശ്ചിമേഷ്യയിലെ ഇറാൻ അനുകൂല സംഘങ്ങളുടെ നീക്കങ്ങളും അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണികളും നിയന്ത്രിക്കാൻ ബെയ്ജിങ്ങിനെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ചൈനയാണ് നിലവിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്. ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളിൽ കാണിക്കാതെ തന്നെ സ്വകാര്യ റിഫൈനറികൾ വഴി ഈ എണ്ണ ചൈനയിലേക്ക് പ്രവഹിക്കുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ ബെയ്ജിങ്ങിനെ പ്രേരിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ഇറാന്റെ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല എങ്കിൽ നിങ്ങളുടെ വലിയ കമ്പനികളെ ഞങ്ങൾ തകർക്കുമെന്നൊരു പരോക്ഷ സന്ദേശമാണിത്. എന്നാൽ ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഇതിനോടകം തന്നെ ബെയ്ജിംഗ് ഇതിനെ സാമ്പത്തിക ഭീകരവാദം എന്ന് വിളിച്ച് രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അമേരിക്കയുടേത് ഉപരോധ ദുരുപയോഗം ആണെന്നും തങ്ങളുടെ കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ബെയ്ജിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഈ സാങ്ഷൻ കളി കണ്ട് ചൈന ഇപ്പോൾ പഴയതുപോലെ പേടിക്കുന്നില്ല. ഉപരോധം വന്ന ഉടനെ ഹേങ്ലി പറഞ്ഞത് കേട്ടോ, ഞങ്ങൾക്കിനി ഡോളർ വേണ്ട, പകരം ഇടപാടുകൾ ചൈനീസ് യുവാനിൽ നടത്താം. ഇതാണ് ശരിക്കുള്ള കളി. ഡോളർ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ചൈന ഉപയോഗിക്കുകയാണ്. അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കമ്പനികളെ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആ കമ്പനികളെ വെച്ച് ഡോളറൈസേഷൻ വേഗത്തിലാക്കാനാണ് ചൈനയുടെ നീക്കം. ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന സാമ്പത്തിക വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആവശ്യമായ പല കെമിക്കൽസും പലതും ചൈനയിൽ നിന്നാണ് വരുന്നത്. സപ്ലൈ ചെയിൻ തടസ്സപ്പെട്ടാൽ ഇന്ത്യൻ വിപണിയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. കൂടാതെ ചൈന യുവാനിൽ എണ്ണ ഇടപാട് തുടങ്ങുന്നത് ആഗോള വിപണിയിൽ എണ്ണവിലയെ അസ്ഥിരപ്പെടുത്തിയേക്കാം. ഇനി ഒരു വശത്ത് പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം എണ്ണവില കൂടുന്നു, മറുവശത്ത് സാമ്പത്തിക യുദ്ധം മൂലം അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുന്നു. ചുരുക്കത്തിൽ സാധാരണക്കാരന് മേൽ ഇരുട്ടടി. പശ്ചിമേഷ്യയിലെ തീ ഇപ്പോൾ യുദ്ധഭൂമിയിൽ മാത്രമല്ല ബിസിനസ് ലോകത്തും പടർന്നു പിടിച്ചിരിക്കുകയാണ്.
വാഷിംഗ്ടണും ബെയ്ജിങ്ങും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തിന്റെ തന്നെ ഭാവി തീരുമാനിക്കുന്ന ഒന്നാണ്. നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾ ഉണ്ടായില്ല എങ്കിൽ ഈ സപ്ലൈ ചെയിൻ യുദ്ധം ആഗോള പണപ്പെരുപ്പത്തിന് വീണ്ടും കാരണമാകും. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ലോക വിപണിയെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.